വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പാമ്പുക്കുട്ടന് ചോറ് കൊടുക്കുകയാണേ. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു പള്ളിയുടെ മുന്നിലാണ്. ആദ്യമേ വന്ന് കുറേ നേരം പാമൂസിൻ്റെ വാപ്പീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആളവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഉടനെ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിക്കകത്തേക്ക് പോയി. ഈ പള്ളിയുടെ മുന്നിലൂടെ 1000 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമെങ്കിലും പള്ളിക്ക് അകത്തേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ്. ഈ ഗേറ്റിനകത്ത് ഇത്രയും വിശാലമായൊരു മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് തിരി കത്തിക്കുകയാണ്. ഇത് ലുഹർ നമസ്കാരത്തിന് മുന്നേ ഉള്ള ടൈമാണ്. അതുകൊണ്ടാണ് നമ്മളെ അല്ലാതെ മറ്റാരും അവിടെ കാണാത്തത്. എന്തായാലും സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമുണ്ട്, അതുപോലെ തന്നെ നല്ല കട്ട വെയിലും. അങ്ങനെ നമ്മുടെ പാമൂസിന്റെ വാപ്പി വന്നിട്ടുണ്ട്. പാമൂസിന് 6 മാസം തികയാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ഡേറ്റ് മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തത്. കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളാൽ എല്ലാവരും ബിസി ആയിരുന്നു. ഇന്നാണ് എല്ലാവർക്കും ഒരുപോലെ ഫ്രീ ടൈം കിട്ടിയത്. അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതാണ് പള്ളിയുടെ തങ്ങൾ ഉറങ്ങുന്ന മക്കാമ്. എന്തൊരു ഭംഗിയാണെന്നോ, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കേട്ടോ. പാമൂസിന്റെ വാപ്പി വന്നപ്പോൾ അവന് കസവമുണ്ടൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ആളാണെങ്കിൽ നല്ല ഉറക്കാണ്. അപ്പോൾ അവനെ ആ ഒരു ഡ്രസ്സ് ഊരാനും പിന്നെ കസവമുണ്ട് ഉടുപ്പിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരുവിധം വാമൂസിനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഷർട്ടും ഉണ്ടായിരുന്നേ. അത് അവനേക്കാളും ഉള്ളത് കൊണ്ട് അത് ഇടാൻ നിന്നില്ല. പിന്നെ ദർഗയിലേക്ക് ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്തു. പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ വെച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ പാമൂസിന് മധുരം കൊടുക്കാൻ പോവാണ് കേട്ടോ. അവൻ്റെ വാപ്പി തന്നെയാണ് കൊടുക്കണത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോഴേക്കും പള്ളിയിലെ ഉസ്താദ് വന്ന് ഖുർആനൊക്കെ ഓതി പാമൂസിനെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇനി നമുക്ക് ദർഗയുടെ അകത്ത് കയറാം. അകത്ത് വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. എത്ര മൊഴിഞ്ഞാൽ സുഖമാണ്, ഹക്കദവർ മധുമലരാണ്. ആ മലരിൽ തൂകും ചന്തം കാണാൻ എന്തുരസം. ആ സ്വരമതി മൊഴികൾ കേൾക്കാൻ തേങ്ങലിലല്ലേ എന്നുള്ളം. ത്വയ്ബാ ത്വയ്ബാ പൂവിതളാണ്, പത്തരമാറ്റൊളി ചേലാണ്. എത്ര മൊഴിഞ്ഞാൽ സുഖമാണ്, ഹക്കദവർ മധുമലരാണ്. ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ, ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ, ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. അങ്ങനെ ആ ഒരു ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനി നമ്മൾ പോണത് പാമൂസിൻ്റെ വാപ്പുമ്മയെ കാണാനാണ്. വാപ്പിയുടെ ഉമ്മ പള്ളിയുടെ തൊട്ടടുത്താണ്. ആൾക്ക് വയ്യാത്തത് കൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാമൂസിനെ കൊണ്ടൊന്ന് കാണിക്കാമല്ലോ. പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയല്ലേ. ജീപ്പിൽ ഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളിലാക്കി വെക്കുകയാണ്. നമുക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിയത്തി വിവാഹം കഴിപ്പിച്ച് അയച്ച വീട്. ചോറ് കൊടുപ്പുകാരൊക്കെ വരി. കണ്ണൊന്നും കാണാൻ വയ്യ മാമൂൻ്റെ. കണ്ണൊന്നും കാണാൻ വയ്യ മാമൂൻ്റെ. ഞാൻ കണ്ടു. ഒരു പോകുന്നല്ല, വെള്ള റോസ കണ്ട 2 പോകുന്നു. ചോറിനെ ഒന്ന് ആക്രാന്തം കാണിച്ച് ചോറ് തിന്നുന്ന പാട്ട് വന്നത്. പലഹാരം തിന്നില്ല, കുക്കുംബറും ചായ മാത്രമേ തിന്നിട്ടുള്ളൂ. കുക്കുംബർ
നമ്മൾ പിന്നെ പുറത്തോട്ടിറങ്ങിയ ഏതൊക്കെ ചെടികൾ നിൽക്കുന്നതാണല്ലോ ആദ്യം നോക്കുക. അവിടെ വലിയ കളക്ഷനൊന്നുമില്ല, എന്നാലും അങ്ങിങ്ങായിട്ട് ചെറിയ റോസുകളും ജമന്തി, തെറ്റി അങ്ങനെയുള്ള കുറച്ച് ചെടികൾ നിൽപ്പുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി നിറങ്ങി കണ്ടിട്ട് എൻ്റെ കയ്യിലില്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നടക്കാമായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് തിരിച്ച്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ആ ഒരു പ്രദേശത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. വനപ്രദേശമാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഈ ഒരു പ്രദേശം മുഴുവൻ മാഞ്ചിയക്കാടുകളായിരുന്നു. അതെല്ലാം സർക്കാർ വെട്ടി ഒതുക്കി ഇപ്പോൾ ഒത്തിരി കാട് പിടിച്ച് കിടക്കുകയാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആകാശം നമ്മുടെ തൊട്ടടുത്താണെന്ന് തോന്നും. ആ ഒരു കാഴ്ചയ്ക്ക് വല്ലാത്തൊരു ഫീലായിരുന്നേ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.